നമ്മളൊരു പഹൽഗാം ഭീകരാക്രമണം കണ്ടിട്ടിരിക്കുന്ന ആളുകളാണ്. ശരിക്കും പറഞ്ഞാൽ അതിനുശേഷമാണ് ജനങ്ങൾ കൂടുതൽ ജാഗ്രതയായത്. ഈ രാജ്യത്തിനകത്തെമ്പാടും ഈ രാജ്യത്തിനെതിരെയുള്ള ശത്രുക്കൾ കുമിഞ്ഞു കൂടുന്നുണ്ടെന്നും അവർ വലിയ രൂപത്തിൽ ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള തക്കം പാർത്തിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ശത്രുക്കളെല്ലാം ഒരേ മതവിഭാഗത്തിൽ നിന്നുള്ള ഒരേ സമുദായക്കാരും അവരുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇസ്ലാമിക ലോകവും ഇസ്ലാമിക രാജ്യവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ള ബോധ്യമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അവരൊക്കെ പറഞ്ഞു ഇനിയും ഇന്ത്യയെ ആക്രമിച്ചു എന്നത് ശരി തന്നെ. അവര് മതം നോക്കി ലിംഗം വരെ നിർണയിച്ച് അവരൊന്നും മുറിയന്മാരല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ് കാഫിറുകളെ കൊന്നത്. അതിനകത്ത് അവിടുത്തെ കുതിരക്കാരനടക്കം ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മളെ ഭയപ്പെടുത്തിയ മറ്റൊരു സംഗതിയാണ് കേരളത്തിനകത്ത് കുമിഞ്ഞു കൂടുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ. ആ പഹൽഗാം ഭീകരാക്രമണത്തിന് കൃത്യമായ രൂപത്തിൽ ഇന്ത്യ മറുപടി നൽകുകയും ആ മറുപടിയിൽ ഭയന്ന് പ്രതികരിക്കാൻ സാധിക്കാതെ മതതീവ്രവാദികൾ അവരുടെ മാളത്തിൽ ഒളിക്കുന്നതും നമ്മൾ കണ്ടു. അവർ അണപ്പല്ലുകൊണ്ട് അവരുടെ വിരോധം കടിച്ചു ഞെരിക്കുകയല്ലാതെ ഇവിടെ അവർക്ക് പബ്ലിക്കായിട്ട് പുറത്ത് പറയാൻ സാധിക്കുന്നില്ല. കാരണം ഇന്ത്യ വിരുദ്ധർക്ക് വേണ്ടി വല വിരിച്ചു കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയിൽ വീണ്ടും അടുത്ത ഭീകരാക്രമണം നടത്തുമെന്നാണ് ഇപ്പോഴിതാ മറ്റൊരു മതഭീകരൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനിയും ഒരു ഭീകരാക്രമണം നടത്താൻ നിങ്ങൾ പദ്ധതിയിട്ടാൽ പോലും ആ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഈറ്റില്ലത്തിനകത്തേക്ക് നുഴഞ്ഞു കയറി നിങ്ങളുടെ നെഞ്ചുകളിലും തലകളിലും ഞങ്ങൾ ഓട്ടയിടുമെന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തുതയാണ്. വീണ്ടും അടുത്ത ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടുകൊണ്ടിരുന്നതിനിടയിൽ IB-യും NIA-യും ഏതാണ്ട് ആ ഭീകരാക്രമണം പൊളിച്ചു കഴിഞ്ഞു. റാലിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ വീഡിയോ ആശങ്കാജനകമാണ്. ഗുരുതരമായ ആശങ്കകൾക്ക് വീഡിയോ ഇടയാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ സൈഫുള്ള അഹമ്മദ് കസൂരി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി സ്പീക്കർ മാലിക് അഹമ്മദ് ഖാനുമൊത്ത് വീഡിയോ പങ്കിടുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. വാർത്തകൾ അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ രാജ്യത്ത് അതായത് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ അതായത് ഒരു ഭീകരാക്രമണം നടത്താൻ ഒട്ടനവധി തീവ്രവാദി പ്രാന്തന്മാർ പാകിസ്ഥാനിലുണ്ട്. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായത് പട്ടാള മേധാവി അസീർ മുനീറിന്റെ ഒരു പ്രസംഗം കാരണമാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസറനിൽ നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ അപ്പോൾ തന്നെ പ്രധാനമന്ത്രി അറിയിക്കണമെന്ന് അന്ന് തന്നെ പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നിൽ അദ്ദേഹത്തിന് ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം പാകിസ്ഥാൻ കരുതിക്കൂട്ടി തന്നെയാണ് ഇന്ത്യയെ ആക്രമിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഒരു വലിയ ഭീകരാക്രമണം തന്നെയാണ്. ഒരു യുദ്ധത്തിലേക്ക് ഇത് പോകുമോ എന്ന് ആദ്യം അവർ ചിന്തിച്ചില്ല. സൗദി അറേബ്യ സന്ദർശിക്കുമ്പോഴാണ് നരേന്ദ്രമോദിക്ക് ഈ സന്ദേശം ലഭിക്കുന്നത് തന്നെ. ഈ സൗദി അറേബ്യ സന്ദർശിക്കുന്ന സമയത്താണ് നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അമിത്ഷാ ഉടനെ തന്നെ ഉന്നതതല യോഗം ക്ഷണിക്കുകയായിരുന്നു. പഹൽഗാം ആക്രമണത്തിൽ 12 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു എന്നപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് സന്ദേശം ലഭിക്കുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജസ്ഥാനിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് റിസോർട്ടിൽ വെടിവയ്പ് നടന്നത് എന്ന നിഗമനമായിരുന്നു. ആക്രമണത്തിന് മുമ്പ് വിനോദസഞ്ചാരികളുടെ പേരും മതവും ചോദിച്ച ശേഷമായിരുന്നു തീവ്രവാദികൾ ആക്രമണം നടത്തിയത്. ഇന്ത്യക്കാരെ ആക്രമിക്കലാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും ലിംഗനിർണയം നടത്തേണ്ടുന്ന കാര്യമില്ല. അവരുടെ പേര് ചോദിക്കേണ്ടുന്ന കാര്യമില്ല. കലിമ ചൊല്ലാൻ ആവശ്യപ്പെടേണ്ടുന്ന കാര്യമില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് എത്രയും പെട്ടെന്ന് സംഭവസ്ഥലം സന്ദർശിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അതേസമയം ആക്രമണത്തിൽ ജമ്മു കാശ്മീർ LG മനോജ് സിൻഹയും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ദുഃഖം രേഖപ്പെടുത്തി ഉടനെ തന്നെ രംഗത്ത് വന്നു. ശ്രീനഗറിലേക്ക് പുറപ്പെടുമെന്ന് ഒമർ അബ്ദുള്ള അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എവിടെയായിരുന്നു പോയത്? ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ 29 പേരുടെ അനുശോചനം പോലും രേഖപ്പെടുത്താതെ സ്വന്തം ആളുകൾ സ്വന്തമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന തീവ്രവാദ സംഘങ്ങൾ ഇന്ത്യയിലെ 29 പേരുടെ ജീവൻ എടുത്തതിനെ ആഘോഷിക്കാൻ തുർക്കിയിലാണ് ഷഹബാസ് ഷെരീഫ് എത്തിയത്. കാശ്മീരിൽ മാത്രമല്ല തീവ്രവാദം, പാകിസ്ഥാനിലും അഫ്ഗാനിലും ബംഗ്ലാദേശിലും മാത്രമല്ല തീവ്രവാദം, അതിനേക്കാൾ എത്രയോ വലിയ തീവ്രവാദങ്ങൾ ഈ കൊച്ചു കേരളക്കരയിൽ നടക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സെയ്ദ് കുത്തുബിന്റെയും അതുപോലെ ഹസനുൽ ബന്നയുടെയും ഒക്കെ ചിത്രങ്ങൾ തീവ്രവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്തെഴുന്നള്ളുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള സോളിഡാരിറ്റിയുടെയും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗത്തിന്റെ സംഘടനയുടെയും നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് എയർപോർട്ടിലേക്ക് നടന്ന സമരം നിങ്ങൾ കണ്ടില്ലേ? ആഗോള തീവ്രവാദത്തിന് വഴിമരുന്നിട്ട് ഈ തീവ്രവാദികളുടെ ചിത്രങ്ങൾ എന്തിനാണ് ആ പ്രതിഷേധത്തിൽ ഇവർ ഉയർത്തുന്നത്? മനസ്സിലായോ? ഈ ഫോട്ടോകൾ സൗദി അറേബ്യയിലോ UAE-യിലൊക്കെ ഉൾപ്പെടെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും പൊക്കിപ്പിടിച്ച് പ്രകടനം നടത്തിയാൽ ഇവരുടെ തല പോകും. കാരണം ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളും ഇവരെയൊക്കെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. ഇവരുടെ സംഘടനയായിട്ടുള്ള ബ്രദർഹുഡിനെ നിരോധിച്ച രാജ്യങ്ങളാണതെല്ലാം. എന്നിട്ട് ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ചരിത്രം പഠിച്ച ഹമീദ് ചേന്നമംഗലൂരിനെ പോലെയുള്ള ആളുകൾ അത് വെടിപ്പായി രംഗത്ത് പറയുന്നുണ്ട്. മുസ്ലിം തീവ്രവാദത്തെ ഒരു മതചര്യയാക്കി തീർത്തും സുസംഘടിതമായി വളർത്തിയത് മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയായിരുന്നു. കേരളത്തിൽ തീവ്രവാദത്തിന്റെ വളർച്ചാ നിരക്ക് ഇവരാണ് നിയന്ത്രിച്ചത്. 1928 ഈജിപ്തിലെ ഇസ്മയിലായിരുന്നു ഇത് രൂപം കൊണ്ടത്. ഈ സംഘടന മുസ്ലിം ബ്രദർഹുഡ് മതരാഷ്ട്രവാദത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് സംഘടനയാണിത്. ഇസ്ലാമിക വിശ്വാസപരമായിട്ടുള്ള ഒരു ആശയ സംഹിത എന്ന പരമ്പരാഗതമായ രീതിയിൽ നിന്നു മാറ്റി ഒരു രാഷ്ട്രീയ പദ്ധതിയായി അവതരിപ്പിക്കുകയാണ് ബ്രദർഹുഡും ഹസനുൽ ബന്നയും ഒക്കെ ചെയ്തത്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിന് ബ്രദർഹുഡ് വലിയ രൂപത്തിൽ പ്രചാരണം നൽകി. ഇസ്ലാം തന്നെ പരിഹാരം എന്ന ബ്രദർഹുഡിന്റെ മുദ്രാവാക്യം, മതരാഷ്ട്രവാദം മുൻനിർത്തിയുള്ള അവരുടെ ആശയ പ്രചാരണങ്ങൾ, തീവ്രവാദ സ്വഭാവമുള്ള അവരുടെ പ്രവർത്തന പദ്ധതികൾ, ഇതൊക്കെ കണക്കിലെടുത്ത് തുടക്കകാലത്ത് തന്നെ സംഘടന ഈജിപ്തിൽ നിരോധിക്കപ്പെട്ടു. നിലവിൽ ഈജിപ്ത്, സൗദി അറേബ്യ, UAE, റഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ ബ്രദർഹുഡ് നിരോധിത സംഘടനയാണ്. ആ സംഘടനയെ ക്രിയേറ്റ് ചെയ്തവർ തീവ്രവാദികളുമാണ്. അതിനു മുമ്പും ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം ഉണ്ടായിരുന്നെങ്കിലും ഒരു മതത്തെ ഒന്നടങ്കം രാഷ്ട്രീയമാക്കി മാറ്റിയതിലും അതിനെ കൃത്യമായി ജിഹാദിലേക്ക് വഴിതിരിച്ചു വിട്ടതിലും വലിയ പങ്ക് ഹസൻ അഹമ്മദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അൽ ബന്ന എന്ന് പറയുന്ന ഹസനുൽ ബന്ന എന്ന ഈജിപ്തുകാരന് തന്നെയാണ്. 14-ാം തീയതി ഒക്ടോബർ 1906 ജനിച്ച ബന്ന ഖുർആനും സുന്നത്തും മാത്രമാണ് സ്വീകാര്യമായ ഭരണഘടനയായി കണക്കാക്കിയത്. അതുതന്നെയാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇസ്ലാം സമഗ്രമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ്. സമൂഹത്തിന്റെ സമ്പൂർണമായ ഇസ്ലാമികവൽക്കരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. അസമത്വം കുറയ്ക്കുന്നതിന് ഒരു ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തവും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. അതായത് ബന്നയുടെ ചിന്താ പദ്ധതി അനുസരിച്ച് എന്തിനും ഏതിനും ഉത്തരം ഇസ്ലാമാണ്. അതിനുവേണ്ടിയുള്ള ആയുധമെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒരു മതരാഷ്ട്രം സ്ഥാപിതമാകുന്നതുവരെ ജിഹാദ് നടത്തേണ്ടുന്ന ബാധ്യതയും അദ്ദേഹം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. മുസ്ലിം രാഷ്ട്രവും മുസ്ലിം ഭരണഘടനയും മുസ്ലിം ഭരണാധികാരിയും ഖുർആൻ ഭരണഘടനയും ഒക്കെയായി വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെയാണ് ഇന്ന് കേരളത്തിലെ ഒരു പറ്റം മുസ്ലിങ്ങൾ നേതാവാക്കുന്നതെങ്കിൽ അവർ ജനാധിപത്യത്തിനെതിരെ ഏത് രൂപത്തിലുള്ള മതതീവ്രവാദ ആശയമാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നന്ദി.